ദീർഘകാല വൈദ്യുത കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി വിതരണത്തിൽ മറുപടി നൽകാതെ കമ്പനികൾ ഉഴപ്പിയടിക്കുന്നു എന്നാണ് ഗിരീഷിന്റെ പരാതി. കരാർ റദ്ദാക്കിയതോടെ കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയിലാണ് KSEB. ഏതാണ്ട് ഡിസംബർ വരെ 210 കോടി രൂപയുടെ നഷ്ടമാണ് വൈദ്യുത ബോർഡ് ഉണ്ടാക്കുന്നത്. കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ ഈ കമ്പനികൾ കോടതിയെ സമീപിക്കാനും സാധ്യത തെളിയുന്നുവെന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. VA ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, യഥാർത്ഥ ഇത്രയധികം കോടികൾ വിറ്റു തുലച്ചു സാധാരണക്കാരനായ ഒരു വൈദ്യുത ഉപഭോക്താവിന്റെ തലയിലേക്ക് ഇടുത്തി പോലെ ഈ നഷ്ടം ചെന്ന് വീഴുമോ? എന്താണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഇതുമൂലം ഉണ്ടാകുന്ന ഏത് നഷ്ടവും വൈദ്യുതി ഉപഭോക്താവ് തന്നെ നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ഒരു വൈദ്യുതി പ്രതിസന്ധിയുടെ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈദ്യുതി വിതരണ കമ്പനികളുടെ ഒരു നിലപാട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ 465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകിയിരുന്നു. ഈ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വൈദ്യുതി ബോർഡ് കമ്പനികളെ തീരുമാനം അറിയിച്ചു. വൈദ്യുതി നൽകി തുടങ്ങണം എന്നുള്ളതാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി നൽകാതിരുന്നാൽ ഈ കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യവും റെഗുലേറ്ററി കമ്മീഷൻ ആലോചിച്ചിരുന്നു. പക്ഷേ അപ്പോഴുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവുമായി സഹകരിക്കാൻ ഇതുവരെ വിതരണ കമ്പനികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി ബോർഡ് അയച്ച കത്തിന് മറുപടി നൽകാൻ പോലും ഇതുവരെ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇതുവരെ വൈദ്യുതി നൽകി തുടങ്ങിയിട്ടുമില്ല. ജിൻഡാൽ, അതോടൊപ്പം തന്നെ ജാംബുവ എന്നീ കമ്പനികളിൽ നിന്നാണ് വൈദ്യുതി ബോർഡ് 465 മെഗാവാട്ടിന്റെ കരാർ ഉണ്ടാക്കിയത്. എന്നാൽ ഈ കരാർ പെടുന്നതിനെ റദ്ദാക്കിയതിനെതിരെ കമ്പനികൾ പിന്നീട് നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങിയിരുന്നു. ഇപ്പോൾ വീണ്ടും വൈദ്യുതിക്ക് വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാനാകില്ല എന്ന ഒരു നിലപാടാണ് ഈ കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടാകുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടം, വൈദ്യുതി ബോർഡിനുണ്ടാകുന്ന അധിക നഷ്ടം, ചില ദിവസങ്ങളിൽ 4 കോടി രൂപ വരെ അധിക ബാധ്യത വൈദ്യുതി ബോർഡ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നഷ്ടം കൂടി ജനങ്ങളുടെ മുകളിലേക്ക് വൈദ്യുതി ചാർജ് വർധനയായി വന്നു ചേരും എന്ന വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഈ കരാർ റദ്ദാക്കിയതിനു ശേഷം ഡിസംബർ മാസം ആദ്യ ആഴ്ച വരെ 210 കോടിയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടായിട്ടുള്ളത്. ഈ നഷ്ടം സ്വാഭാവികമായും സാധാരണ ഉപഭോക്താക്കളുടെ മേൽ വന്നു വീഴുക തന്നെ ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു ഗിരീഷ്. എന്തായാലും വൈദ്യുത ബോർഡ് 200 കോടിയോളം രൂപ നഷ്ടപ്പെടുത്തിയെന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ഉപഭോക്താക്കൾക്ക് പേടിയാണ്. ഇരുട്ടടി പോലെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയം.